ഇങ്ങനെ ക്രിസ്മസ് വെക്കേഷനൊക്കെ കഴിഞ്ഞ് നേരെ ഹോസ്റ്റലിലേക്കാണ് ചെല്ലുന്നത്. അപ്പം നൻപന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കണ്ടേ. അപ്പോൾ ബ്രൗണി ഉണ്ടാക്കിക്കൊണ്ട് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറേ നാളത്തെ നീണ്ട ഗവേഷണത്തിന് ശേഷമാട്ടോ ഞാൻ ഈ ബ്രൗണിയുടെ റെസിപ്പി ഒന്ന് അവസാനം വരെ എത്തിച്ചത്. ആദ്യം തന്നെ ഒരു 200 ഗ്രാം ഡാർക്ക് ആൽമണ്ട് എടുത്ത് കട്ട് ഇറ്റ് ഇൻടു സ്മോൾ പീസസ് എന്നാൽ പെട്ടെന്ന് ഉരുക്കി കിട്ടും. ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴിയാണ് ഞാൻ ഇത് മെൽറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പാകമായിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്ത് അതിൻ്റെ അകത്തേക്ക് ചോക്ലേറ്റ് മാറ്റാം. ശേഷം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നത് ബട്ടറാണ്. അൺസാൾട്ടഡ് ഉപയോഗിക്കുന്നതായിരിക്കും ഇച്ചിരി കൂടി ബെറ്റർ. സാൾട്ടഡ് ആണെങ്കിലും കുഴപ്പമില്ല. ഏകദേശം ഇത്രയും ബട്ടർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ടറും ചോക്ലേറ്റും റൂം ടെമ്പറേച്ചറിൽ വെക്കുവാണെങ്കിൽ മെൽറ്റ് ചെയ്യാൻ ഇച്ചിരി എളുപ്പമായിരിക്കും. ശേഷം നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിൻ്റെ അകത്തേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. 1 കപ്പിൻ്റെ മെഷറിംഗ് ബൗൾ ഇവിടുത്തെ ചേച്ചിയുടെ കുരുപ്പ് പൊട്ടിച്ച് കളഞ്ഞുകൊണ്ട് 1/2 കപ്പിൻ്റെ 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഇടുന്നത്. ശേഷം വാനില എസൻസ്. ആ വാനില എസൻസ് കുപ്പിയുടെ അടപ്പിൻ്റെ അകത്ത് തന്നെ ഒരു അടപ്പൊഴിച്ച് ആദ്യമായിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി വേറൊരു പാത്രം എടുത്ത് അതിൻ്റെ അകത്തേക്ക് 1 കപ്പ് മൈദ ഇട്ടതിന് ശേഷം കൊക്കോ പൗഡർ ചേർക്കുക. 2 ടേബിൾ സ്പൂൺ ആണ് വേണ്ടത്. തീരാറായതുകൊണ്ട് ഞാൻ മൊത്തം ഇടുന്നുണ്ട് മിച്ചമുള്ളത്. ദെൻ 1 പിഞ്ച് ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് സോൾട്ട്. ഇത്ര മാത്രം മതി. ബേക്കിംഗ് പൗഡർ കൂടിക്കഴിഞ്ഞാൽ കേക്ക് പോലെ ആവും. എല്ലാവർക്കും നട്ട്സും കാര്യങ്ങളൊക്കെ ഇടാനല്ല ഇഷ്ടം. എനിക്ക് ജെല്ലി മിഠായി ഇടുന്ന ഇഷ്ടം. സോ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഈ ജെല്ലിയും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് ആദ്യം തന്നെ. ശേഷം നമ്മുടെ എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് വഴി മിക്സ് ചെയ്യുന്നതായിരിക്കും ഇച്ചിരി ബെറ്റർ. ഞാൻ പിന്നെ എളുപ്പത്തിന് വിസ്കും പിന്നെ സ്പൂണൊക്കെ ആയിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ ബാറ്റർ ലേശം തിക്കാട്ടോ. ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ചോക്ലേറ്റ് ബട്ടർ മിക്സും കൂടെ ഒഴിച്ച് വീണ്ടും ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ നല്ല കട്ടിയാവും. അതുകൊണ്ട് വേഗം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ട്രേയിലേക്ക് മാറ്റാം. ഭയങ്കര ഗ്രെയിനി ആയതുപോലെ തോന്നുന്നുണ്ട്. അതൊന്നും കാര്യമാക്കണ്ട. ചിലപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ വരും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നും വരത്തില്ല. ഇങ്ങനെ ആയാലും കുഴപ്പമില്ല. ശേഷം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് അത് അത്യാവശ്യം കട്ടിയാവാറാകുമ്പോഴത്തേക്കും നമുക്ക് ട്രേയിലേക്ക് മാറ്റാം. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ തന്നെ ബട്ടർ നല്ലപോലെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മിക്സ് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. കേക്ക് പോലെ തന്നെ ഇതിനകത്തും എയർ ഹോൾസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല നമ്മൾ ജെല്ലിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നല്ല രീതിയിൽ ടാപ്പ് ചെയ്ത് ഈവനായി ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഓവൻ സെറ്റപ്പിലേക്ക് വെക്കാം. ഞാനൊരു അലുമിനിയം പാത്രത്തിൻ്റെ അകത്ത് ഒരു റിങ്ങനൊക്കെ വെച്ചിട്ടാട്ടോ ഇത് ചെയ്യുന്നത്. എപ്പോഴും ഞാൻ അങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നത്. എന്നിട്ട് സിമ്മിൽ ഒരു 1 hour വെച്ചാൽ മതി. എന്നിട്ട് നോക്കിക്കഴിയുമ്പോൾ തന്നെ ഇതുപോലെ ക്രിങ്കിൾഡ് ആയിട്ടുള്ള ടോപ്പിംഗ് നമുക്ക് കാണാൻ പറ്റും. ഇനി ആയില്ലെങ്കിൽ ഒരു 1/2 hour സിമ്മിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ റെഡി ആവും കേട്ടോ. ഡിമോൾഡ് ചെയ്യാൻ എളുപ്പത്തിന് ഞാൻ ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതാകുമ്പോഴത്തേനും പൊട്ടിപ്പോത്തൊന്നുമില്ല. കാരണം ഇതിൻ്റെ ഉൾഭാഗം ഇച്ചിരി സോഫ്റ്റായിട്ട് ഫഡ്ജി ആയിട്ടാണ് വരുന്നത്. പുറം ഭാഗം ക്രിസ്പി ആയിട്ടും. മാക്സിമം വെള്ളമൊന്നും വീഴാണ്ട് നോക്കണം കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത സമയത്ത് 2 തുള്ളി വെള്ളം വീണു. മോള് ഭാഗം കുറച്ച് നനഞ്ഞിരിപ്പുണ്ട്. പക്ഷേ കാര്യമില്ല, ഞാനൊക്കെ അല്ലേ തിന്നുന്നുള്ളൂ. പിന്നെ എൻ്റെ നൻപന്മാരും അവന്മാർക്ക് തീരെ പ്രശ്നം ഉണ്ടാവില്ല. സുഹൃത്തുക്കൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും കൊടുക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ഒരു മൂലയ്ക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ജെല്ലിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും സക്സസ് ആയിട്ട് വരും. ഞാനല്ലേ ഉണ്ടാക്കുന്നത്, ഷുവർ.